ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഗുജറാത്ത് വരെ വന്നിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലക്കോട്ട ലേക്കിലേക്കാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ ലക്കോട്ട ലേക്കിലേക്ക്. പക്ഷേ ഒരു തടാകത്തെ എങ്ങനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റാമെന്നും നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു സ്ഥലമാണ് ലക്കോട്ട ലേക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അത്ര മനോഹരമായിട്ടാണ് ആ ഒരു സ്ഥലത്തെ നമ്മുടെ ആ ഒരു പ്രദേശത്തെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടുത്തെ വൃത്തി ആയിക്കോട്ടെ, അവിടുത്തെ ആ ലേക്കിൻ്റെ ചുറ്റുമുള്ള വ്യൂ ആയിക്കോട്ടെ, എല്ലാം അത്ര മനോഹരമായിട്ട് നിലവിൽ നിന്നുള്ള പ്രകൃതിയെ അതുപോലെ തന്നെ നിർത്തിയിട്ട് എന്നാൽ വൈകുന്നേരങ്ങളിൽ അടിപൊളിയായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് അതിനെ അവർ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തായിട്ട് ലേക്കിന് നടുക്കായിട്ടൊരു മ്യൂസിയം ഒക്കെ ആയിട്ട് ആ പോകുന്ന വഴി തന്നെ ഒരു ശരിക്കും നല്ലൊരു കാഴ്ചയാണ്. എനിക്ക് തോന്നാറുണ്ട് ഈ ജാംനഗർ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഈ ഒരു ഏരിയ ഈ ലേക്കിന് ചുറ്റിയിട്ടാണുള്ളതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അകത്ത് കയറുമ്പോൾ നമുക്കിങ്ങനെ ഒരു റെഡ് പാതയും കാണാം, അല്ലാത്തൊരു നോർമൽ പാതയും കാണാം. ഈ റെഡ് പാത കൊടുത്തിരിക്കുന്നത് ഓടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വൈകിട്ട് നല്ല സ്പീഡിൽ വാക്കിങ്ങിനും റണ്ണിങ്ങിനും ഒക്കെ വരുന്നവർക്കുള്ളതാണ്. നോർമലി നടക്കുന്നവർക്ക് അതിൻ്റെ സൈഡിൽ. പിന്നെ ഒരു വശത്തായിട്ട് ഓപ്പൺ ജിമ്മ് കൊടുത്തിട്ടുണ്ട്. അവിടെ അധികവും എനിക്ക് തോന്നിയത് ഈ സ്പേസ് അധികവും യൂസ് ചെയ്യുന്നത് ഈ റിട്ടേൺ ലൈഫ് ആസ്വദിക്കുന്ന ഒരു പറ്റം മനുഷ്യരാണെന്നാണ് തോന്നിയത്. കാര്യം അവർ വൈകുന്നേരങ്ങളിൽ വന്ന് ആ തടാകമൊക്കെ കണ്ടിരുന്ന് അവിടുത്തെ ഗസലൊക്കെ കേട്ട് അല്ലെങ്കിൽ അവിടെ എക്സസൈസൊക്കെ ചെയ്ത് അതിന് ചുറ്റും ഒന്ന് നടന്ന് അത്ര മനോഹരമായിട്ട് നമുക്കൊരു ഈവനിങ് ഒക്കെ ചിലവഴിക്കാൻ പറ്റിയൊരു ഇടമായിട്ടാണ് എനിക്ക് ലക്കോട്ടയിലേക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ആ സമയം പോകുന്ന അറിയേയില്ല. ഈ ഒരു പോർഷനിൽ ഞാനിതിൽ വോയിസ് കട്ട് ചെയ്യുന്നില്ല. കാര്യം ഇത് മരം ഫുള്ള് തത്തകളാണ് കേട്ടോ. ഈ മരം ഈ ലേക്കിന് ചുറ്റിട്ടുള്ള പല മരങ്ങളിലും നിറയെ പക്ഷികളാണ്. വൈകുന്നേരങ്ങളിൽ അവർ കൂട്ടിക്കയറലും അവർ കലാപരിപാടികളും ഒക്കെ ആയിട്ട് ആ സൗണ്ട് തന്നെ കേൾക്കാൻ എന്ത് രസമാണെന്ന് അറിയാമോ? ഇവിടെ നിന്നൊക്കെയോ പറന്ന് വന്നിട്ട് ഇതിന് ചുറ്റുമുള്ള മരങ്ങളിലാണ് ഇവരെല്ലാം താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അത് തന്നെ ഒരു കാഴ്ചയാണ്. അതായത് പല മരങ്ങൾ, അതിൽ വന്ന് താമസിക്കുന്ന പല പക്ഷികൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ചുറ്റുപാട്, നമ്മൾ പറയും ഗുജറാത്ത് അങ്ങനെ നോർത്ത് ഇന്ത്യൻ സൈഡൊക്കെ പോകുമ്പോൾ വൃത്തി എന്ന് പറയുന്ന ഒരു കാര്യമേ അവർക്കില്ലെന്നാണ് നമ്മൾ പരാതി പറയാറ്. പക്ഷെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഒരു ലേക്കിൻ്റെ സൈഡ് അവരെത്ര ഭംഗിയായിട്ടാണ് വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതെന്ന്. പിന്നെ ഇതിൻ്റെ എൻട്രി ഫീസ് എനിക്ക് തോന്നുന്നു 20 രൂപ മറ്റോ ആണ് എൻട്രി ഫീസ്. അതവർ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അതൊരു വരുമാന മാർഗ്ഗമാണ്, ഗവൺമെൻറ് ഒരു വരുമാന മാർഗ്ഗമാണ്. എൻ്റെ ആ ഒരു സ്പേസ് അത്ര മനോഹരമായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് ആ സൗണ്ട് നന്നായിട്ട് കേൾക്കായിരിക്കും. കാരണം ഫുള്ള് പക്ഷികളുടെ കലവിലാണ് അവിടെ മുഴുവനും. അത് തന്നെ ഒരു വല്ലാത്തൊരു വൈബായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞങ്ങളിവിടെ ഇതല്ല, ശരിക്കും വേറൊരു മരം കൂടി ഉണ്ട് കേട്ടോ, തത്തമരം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇതിൽ എപ്പോഴും നിറയെ തത്തകളായിരിക്കും. പിന്നെ ആ സൺസെറ്റ്, എൻ്റെ ആ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്നൊരു സമയമാണ്. അപ്പോൾ ആ ഒരു വ്യൂ ഒരു പ്രത്യേകതയുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ മൈൻഡിന് ഭയങ്കരമായിട്ട് കാമാക്കുന്നൊരു സ്പേസാണ് ലക്കോട്ടയിലേക്ക്. അവിടുത്തെ ഒരു വൈബാണെങ്കിലും ആളുകളാണെങ്കിലും അങ്ങനെ ഭയങ്കര കലവില സൗണ്ട് ഒന്നുമല്ല. നമുക്കവിടെ അധികവും കേൾക്കാൻ പറ്റുന്നത് ഈ കലവില സൗണ്ടായിരിക്കും. കാരണം നിറയെ മരങ്ങളാണ്, നമ്മളെക്കാളും കൂടുതൽ പക്ഷികളാണ് അവർ കൂടുതൽ. അപ്പോൾ അവരിങ്ങനെ കലവില പറഞ്ഞിട്ട് വൈകുന്നേരമായി ഓരോരുത്തരും കൂട്ടി കയറാറായി അറ്റൻഡൻസ് ഒക്കെ എടുത്തിട്ട് എല്ലാവരും കൂട്ടി കേട്ടുന്നൊരു സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളെ ലക്കോട്ട ലേക്കിൽ കാത്തിരിക്കുന്നത്. ഒരു വട്ടമെങ്കിലും നമുക്ക് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലക്കോട്ട ലേക്ക്. കാരണം നമുക്ക് ബോറടിക്കില്ല. ഒരു ഈവനിങ്ങും ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുകയില്ല. അത്ര മനോഹരമായൊരു സ്ഥലം. അവിടുത്തെ ഒരു കാറ്റാണെങ്കിലും ആ കാറ്റിൻ്റെ കൂടെ അവർ എപ്പോഴും ഗസൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും ഈവനിങ് ടൈമിലൊക്കെ. അപ്പം ആ ഒരു ഗസലൊക്കെ കേട്ടിട്ട് അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തന്നെ ഒരു രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അധികവും ഞാൻ കണ്ടത് എന്താണ്, റിട്ടയർ ലൈഫ് ആസ്വദിക്കുന്ന ഒരു പറ്റം ആളുകളാണ്. ചെറുപ്പക്കാരല്ല, കൂടുതലും വാർദ്ധക്യം ആസ്വദിക്കുന്ന ഒരു പറ്റം ജനങ്ങളെയാണ്, ഒരു പറ്റം ആളുകളെയാണ് കാണാൻ പറ്റുക നമുക്കവിടെ. അവർ ശരിക്കും അത് എന്താണ് എൻജോയ് ചെയ്യുകയാണ് ആ ഒരു സ്പേസ്. എന്താണ് അവരുടെ ഓരോ കുശലങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഈ വൈകുന്നേരങ്ങളിൽ കവലകളിലൊക്കെ വെടിവെട്ടം പറഞ്ഞിരിക്കുന്ന അമ്മാവന്മാരില്ലേ, ആ അമ്മാവന്മാരെയൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. കാര്യം അവർക്ക് പറയാൻ വിശേഷങ്ങളുണ്ട്. പിന്നെ റിട്ടയർ ലൈഫ് ആസ്വദിക്കുന്നവർ കാണും, അല്ലെങ്കിൽ വൈകുന്നേരം വെറുതെ വന്നിരിക്കുന്നവർ കാണും. പിന്നെ ഇത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ പണി നടക്കുന്ന വേറെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. പണി തീർന്നിട്ടില്ല, അതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ ലേക്കിൻ്റെ അകത്തേക്ക് ആ ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടത്തേക്കുള്ളൊരു എൻട്രി പോയിൻ്റ് ആണിത്. ഇതും രണ്ടിടത്തു നിന്ന് എൻട്രി പോയിൻ്റ് വരുന്നുണ്ട്. നല്ല രസമാണ്. എന്തെങ്കിലുമൊക്കെ വിശേഷമുള്ള ദിവസങ്ങളിൽ ഇവിടെ
ഫുള്ള് ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ദീപാവലിക്കോ നവരാത്രിക്കോ അങ്ങനെ ഏതെങ്കിലും ഉള്ള ദിവസങ്ങളിൽ ആ ലൈറ്റ് ഷോയും കൂടെ, ആ ലൈറ്റ് വരുമ്പോൾ എക്സ്ട്രാ ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ സൺസെറ്റൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലക്കോട്ട ലേക്ക്. ഒരു ഈവനിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിലും, അല്ല ഉച്ചയാണെങ്കിൽ പോലും നമുക്കിവിടെ സൂപ്പറായിട്ട് വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാം കേട്ടോ. കാര്യം അത്രയും ഒരു വൈബാണ്. പിന്നെ എത്ര ചൂടാണെങ്കിലും നമുക്കത് ഫീൽ ചെയ്യില്ല. കാര്യം അത്രയും മരങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഒരു 2-3 പാർക്കുകൾ, പിന്നെ മ്യൂസിയം, അങ്ങനെ പിന്നെയും ഒരു പണികൾ ചെയ്യുന്നുണ്ട്. പുതിയ ബിൽഡിങ്ങുകളിനകത്ത് ചെയ്തിട്ട് ഒരു മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് എന്താണ് ഈ ഫുഡ് കോർട്ടൊക്കെ ആയിട്ട് നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാക്കിയിട്ട് ആ ഒരു ലേക്കിനെ അവർ മാറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിലും തടാകങ്ങളുണ്ട്. അത് ഇത്തരത്തിലൊക്കെ രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സർക്കാരിന് ഒരു നല്ല വരുമാന മാർഗ്ഗമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.